ഓക്കെ, സോ റിയൽമി 8 സീരീസ്, റെഡ്മി നോട്ട് 10 സീരീസിന് ശേഷം ആളുകൾ ഏറ്റവും കൂടുതൽ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു സീരീസാണ് റിയൽമിയുടെ റിയൽമി 8 സീരീസ്. ഈ റിയൽമി 8 സീരീസിൻ്റെ മിക്ക എല്ലാ സ്പെസിഫിക്കേഷൻസും ഒന്നെങ്കിൽ ഒഫീഷ്യൽ ലീക്ക് അല്ലെങ്കിൽ അൺഒഫീഷ്യൽ ലീക്ക് വഴി മിക്ക എല്ലാ സ്പെസിഫിക്കേഷൻസും പുറത്ത് വന്നിട്ടുണ്ട്. സത്യത്തിൽ ഷവോമിയുടെ റെഡ്മി നോട്ട് 10 സീരീസിൻ്റെ തകർപ്പൻ സ്പെസിഫിക്കേഷൻസും അതിനോടൊപ്പം തന്നെ അതിൻ്റെ അഗ്രസീവ് പ്രൈസിങ് കാരണം റിയൽമി എന്ന കമ്പനിക്ക് അവരുടെ റിയൽമി 8 സീരീസിൻ്റെ സ്പെസിഫിക്കേഷൻസ് ലീക്ക് ചെയ്യാതിരിക്കാൻ കഴിയില്ല. അല്ലെങ്കിൽ ആളുകൾ നേരെ പോയി റെഡ്മി നോട്ട് 10 സീരീസിൻ്റെ ഫോൺസ് വാങ്ങും, നോട്ട് 10, നോട്ട് 10 പ്രോ അല്ലെങ്കിൽ നോട്ട് 10 പ്രോ മാക്സ്. അങ്ങനെ സംഭവിക്കാതിരിക്കാൻ വേണ്ടി അതിനോടൊപ്പം തന്നെ ആളുകൾ റിയൽമി 8 സീരീസിന് വേണ്ടി വെയിറ്റ് ചെയ്യണമല്ലോ. ആ കാരണം കൊണ്ടൊക്കെയാണ് റിയൽമി തന്നെ അവരുടെ സ്പെസിഫിക്കേഷൻസ് ലീക്ക് ചെയ്യുന്നത്, ഒഫീഷ്യലായിട്ടും പിന്നെ അൺഒഫീഷ്യലായിട്ടും. സോ നമുക്ക് നോക്കാം എന്തൊക്കെ സ്പെസിഫിക്കേഷൻസ് ആണ് റിയൽമിയുടെ 8 പ്രോ സീരീസിൽ വരാൻ പോകുന്നത്. നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മിസ്റ്റർ പെർഫെക്റ്റ് ടേക്ക് എന്ന യൂട്യൂബ് ചാനലാണ്. ഞാൻ അടുത്ത വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. കൂടുതൽ സമയം വേസ്റ്റ് ചെയ്യാതെ ലെറ്റ്സ് റോ. കഴിഞ്ഞ വർഷം ഇറങ്ങിയ റിയൽമി 7 സീരീസിൽ 2 ഫോൺസ് ഉണ്ടായിരുന്നു. 7i ഉണ്ട് എനിക്കറിയാം, പക്ഷേ ഫസ്റ്റ് ആ ഒരു മെയിൻ ലോഞ്ച് ഇവൻറ്റിൽ റിയൽമി 2 ഫോൺസാണ് കൊണ്ടുവന്നത്, റിയൽമി 7 ആൻഡ് 7 പ്രോ. പക്ഷേ ഇത്തവണ മിക്കവാറും 3 ഫോൺസ് കാണും. ഓൾമോസ്റ്റ് ഉറപ്പായിട്ട് നമുക്ക് പറയാൻ കഴിയുന്നുണ്ട് 3 ഫോൺസ് കാണും. റിയൽമി 8, റിയൽമി 8 പ്രോ 4G, റിയൽമി 8 പ്രോ 5G. അതെ, ഒരു 5G വേരിയൻറ്റ് എന്തായാലും ഉണ്ടാവും. മെയിൻലി 2 കാരണങ്ങളുണ്ട് അതിന്. ഫസ്റ്റ് കാരണമാണ് റെഡ്മി നോട്ട് 10 സീരീസ്. റെഡ്മി നോട്ട് 10 സീരീസിൻ്റെ ഏറ്റവും വലിയ ഡ്രോബാക്ക് എന്താണ്? കിടിലൻ സ്പെസിഫിക്കേഷൻസ് ആണ്, നല്ല പ്രൈസ് റേഞ്ചൊക്കെയാണ്. പക്ഷേ ഏറ്റവും വലിയ ഡ്രോബാക്ക് അല്ലെങ്കിൽ എല്ലാവരും ചൂണ്ടിക്കാണിക്കുന്ന ഒരു ഡ്രോബാക്കാണ് 5Gൻ്റെ ഇല്ലായ്മ. സോ ആ ഒരു ഫാക്ടർ എന്തായാലും റിയൽമി ക്യാപിറ്റലൈസ് ചെയ്യാൻ നോക്കും. അതുമാത്രമല്ല, റിയൽമി എപ്പോഴും ഈ 5G ഡെമോക്രറ്റൈസേഷൻ അങ്ങനെ എടുത്ത് പറയാറുണ്ട്. ഈയിടെ റീസെൻ്റ്ലി ഒരു ഇൻ്റർവ്യൂവിലും റിയൽമിയുടെ ഹെഡ് അത് എടുത്ത് പറഞ്ഞിട്ടുണ്ട്. സോ മിക്കവാറും റിയൽമി 8 സീരീസിലും ഒരു 5G ഫോൺ ഉണ്ടാവും. നെക്സ്റ്റ് ആണ് ബിൽഡ് ആൻഡ് ഡിസൈൻ. ഈയിടെയാണെന്ന് തോന്നുന്നു, റീസെൻ്റ്ലി ഇന്നാണെന്ന് തോന്നുന്നു, റിയൽമിയുടെ 8 പ്രോയിൻ്റെ 3 കളർ ഓപ്ഷൻസിൻ്റെ നല്ല HD ഫോട്ടോ ലീക്കായിട്ടുണ്ട്. ക്ലിയർ HD ഫോട്ടോ ആണ് ഇത്. ശരിക്കും പറഞ്ഞാൽ ഒരു ലോഞ്ച് ഈവൻറ്റിൻ്റെ ഫോട്ടോ പോലെയൊക്കെ ഉണ്ട്, കാരണം നല്ല ക്ലാരിറ്റിയുള്ള ഫോട്ടോ ആണ് ലീക്കായിരിക്കുന്നത്. സോ ഞാൻ പറഞ്ഞില്ല, അത് കമ്പനിയുടെ സൈഡിൽ നിന്നും ലീക്സ് വരാറുണ്ട്. സോ നല്ല ക്ലാരിറ്റിയുള്ള 3 ഫോട്ടോസ് വന്നിട്ടുണ്ട്. കാണാൻ നല്ല രസമുണ്ട്. അതിൻ്റെ ബാക്ക് കവറും ആ ഒരു ഡെയർ ടു ലീപ്പിൻ്റെ ഒരു വലിയൊരു ബ്രാൻഡിങ് ഉണ്ട്, എനിക്കത് ഇഷ്ടമല്ല. പക്ഷേ സ്റ്റിൽ ഇറ്റ്സ് ഓക്കെ. ഒരു മാറ്റ് ഫിനിഷ് കൊടുത്തിട്ടുണ്ട്. ഗ്ലാസ് അല്ല എന്ന് തോന്നുന്നു. ആ ഒരു ഫിനിഷ് കണ്ടിട്ട് ഗ്ലാസ് അല്ല, മിക്കവാറും പ്ലാസ്റ്റിക് ബിൽഡായിരിക്കും. ബ്ലാക്കും പിന്നെ ഗ്രീൻ ഒക്കെ ഉണ്ട് കളർ ഓപ്ഷൻസിൽ. അതിനോടൊപ്പം തന്നെ ഒരു നിയോൺ കളർ ഓപ്ഷനും വരും. റിയൽമി അത് ഒഫീഷ്യലി ടീസ് ചെയ്തിട്ടുണ്ട്. നമ്മളിപ്പോൾ കണ്ട ഫോട്ടോസിൽ റിയൽമി 8 പ്രോയിൻ്റെ ക്യാമറ മോഡലും വളരെ ക്ലിയർ ആയിട്ട് കാണാൻ കഴിയുന്നുണ്ട്. 108 മെഗാ പിക്സൽ എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. ഒരു സ്ക്വയർ ക്യാമറ മോഡലായിരിക്കും വരുന്നത്. നെക്സ്റ്റ് കാറ്റഗറിയാണ് ഡിസ്പ്ലേ. സോ റെഡ്മി നോട്ട് 10 സീരീസിലൂടെ ഷവോമി ശരിക്കും പറഞ്ഞാൽ മിഡ് റേഞ്ച് സെഗ്മെൻറ്റിലുള്ള ഡിസ്പ്ലേ സ്പെസിഫിക്കേഷൻ്റെ അങ്ങ് റേഞ്ച് അല്ലെങ്കിൽ ഒരു ബാർ ഭയങ്കര ഹൈ ആണ് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. സോ തീർച്ചയായിട്ടും ഇനി IPS LCD കൊണ്ടുവരാൻ പറ്റില്ല റിയൽമിക്ക്. എന്തായാലും എല്ലാ ഫോൺസിലും സൂപ്പർ ആമോലെഡ് വന്നേ പറ്റും. ഇത് ഞാൻ വെറുതെ പറയല്ല കേട്ടോ, കാരണം റിയൽമി തന്നെ ഒരു കംപ്ലീറ്റ് സ്പെസിഫിക്കേഷൻ, അവരുടെ ഒരു ഫോണിൻ്റെ കംപ്ലീറ്റ് സ്പെസിഫിക്കേഷൻസ് ലീക്ക് ആയിട്ടുണ്ട്. ആ ബോക്സിൽ ക്ലിയർ ആയിട്ട് കാണാൻ കഴിയുന്നുണ്ട്. ഹീലിയോ G95 പ്ലസ് സൂപ്പർ ആമോലെഡ് ഡിസ്പ്ലേ. അതിനോടൊപ്പം തന്നെ റിയൽമി 8 പ്രോ 4G വേരിയൻറ്റിൻ്റെ ബോക്സ് സ്പെസിഫിക്കേഷൻസും പുറത്ത് വന്നിട്ടുണ്ട്. അതിലും സൂപ്പർ ആമോലെഡ് ഡിസ്പ്ലേ എഴുതിയിട്ടുണ്ട്. സോ ഓൾമോസ്റ്റ് നമുക്ക് ക്ലിയർ ആയിട്ട് നമുക്ക് അസ്യൂം ചെയ്യാം 3 ഫോൺസിലും സൂപ്പർ ആമോലെഡ് ഡിസ്പ്ലേ ഉണ്ടാവും. റെഡ്മി നോട്ട് 10 സീരീസിൻ്റെ 3 ഫോൺസിലും സൂപ്പർ ആമോലെഡ് ഡിസ്പ്ലേ ഉണ്ടെങ്കിലും ആ ഒരു സൂപ്പർ ആമോലെഡ് ഡിസ്പ്ലേയിൽ മിസ്സിംഗ് ആയ ഒരു ഫീച്ചർ എന്തായാലും റിയൽമി മിസ് ചെയ്യത്തില്ല. റിയൽമിയുടെ 8 സീരീസിൽ അത് ഉണ്ടാവും. അറ്റ്ലീസ്റ്റ് റിയൽമി 8 പ്രോയിൽ അത് തീർച്ചയായിട്ടും ഉണ്ടാവും. അതാണ് ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിൻറ്റ് സ്കാനർ. അവരത് ഓൾറെഡി ടീസ് ചെയ്തിട്ടുമുണ്ട്. ഞാൻ പറഞ്ഞില്ല, അവർ തന്നെ ഒരുപാട് സ്പെസിഫിക്കേഷൻസ് ഫീച്ചേഴ്സൊക്കെ ടീസ് ചെയ്യുന്നുണ്ട്. ഒരു വീഡിയോ തന്നെയുണ്ട്, ഞാൻ ആ വീഡിയോ ഷെയർ ചെയ്യാം. പക്ഷേ റിഫ്രഷ് റേറ്റിൻ്റെ ഒരു സ്പെസിഫിക്കേഷനെ കുറിച്ച് ഒരു വിവരവും ഇല്ല. റിയൽമി ഒന്നും ടീസ് ചെയ്തിട്ടുമില്ല. സോ എനിക്കൊരു ഡൗട്ട് വരുന്നുണ്ട്, മിക്കവാറും 60 ഹെർട്സിൻ്റെ ഡിസ്പ്ലേ ആവാനാണ് സാധ്യത. കാരണം ആ ഒരു ബോക്സിൻ്റെ സ്പെസിഫിക്കേഷനിലും എടുത്ത് പറഞ്ഞിട്ടില്ല. വെറും സൂപ്പർ ആമോലെഡ് ഡിസ്പ്ലേ ഫുൾ HD+ എന്നാണ് എഴുതി കാണിക്കുന്നത്. അതിൽ 120 ഹെർട്സോ 90 ഹെർട്സ് ഒന്നും എഴുതി വരുന്നില്ല. ചിലപ്പോൾ റിയൽമി 8 പ്രോ 5Gയിൽ ഒരു 90 ഹെർട്സ് അല്ലെങ്കിൽ 120 ഹെർട്സിൻ്റെ ഡിസ്പ്ലേ വരാൻ സാധ്യതയുണ്ട്. എന്നോട് ചോദിക്കുകയാണെങ്കിൽ ഒരു മിനിമം ഒരു 90 ഹെർട്സ് എങ്കിലും കൊടുക്കണം. കാരണം റെഡ്മി അവരുടെ നോട്ട് 10 പ്രോയിൽ വരെ 120 ഹെർട്സ് കൊടുത്തിട്ടുണ്ട്. എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്ത് നോക്കാം ഏത് റിഫ്രഷ് റേറ്റ് ആണ് വരാൻ പോകുന്നത്. 60 ആണോ 90 ആണോ അതോ 120 ആണോ? നെക്സ്റ്റ് ആണ് പെർഫോമൻസ് അല്ലെങ്കിൽ പ്രൊസസ്സറിൻ്റെ കാറ്റഗറി. 3 ഫോൺസിലും, സോ റിയൽമി 8 ആണെങ്കിലും 8 പ്രോ 4G 8 പ്രോ 5G 3 ഫോൺസിലും ഡിഫറെൻറ്റ് വേറെ ചിപ്സെറ്റുകളായിരിക്കും. റിയൽമി 8 നമ്മളിപ്പോൾ കണ്ടിരുന്നല്ലോ, G95 ആണ്. മീഡിയടെക് ഹീലിയോ G95 ആണ് വരുന്നത്. റിയൽമി 7ലും സെയിം G95 ആയിരുന്നു. റിയൽമി നാർസോ
20 പ്രോയിലും G95 ആയിരുന്നു. സോ ഒന്നുകൂടെ വീണ്ടും റിയൽമി 8ൽ G95 വരുമോ എനിക്കറിയില്ല. എനിക്കൊരു ചെറിയൊരു ഡൗട്ടുണ്ട്, ഇത് റിയൽമി 8 ആണോ അതോ റിയൽമി 8i ആണോ. ആ ഒരു ബോക്സ് സ്പെസിഫിക്കേഷൻസ് വരുന്നത് റിയൽമി 8ൻ്റെ ആണോ 8iൻ്റെ ആണോ എനിക്കറിയില്ല. പക്ഷെ നമുക്കൊരു ഒരു അസംഷൻ എടുക്കാം റിയൽമി 8 ആണ്. സോ റിയൽമി 8ൽ G95 വിത്ത് സൂപ്പർ ആംബുലൻസ് ഡിസ്പ്ലേ ആണ്. റിയൽമി 8 പ്രോയിൻ്റെ നോക്കുകയാണെങ്കിൽ റിയൽമി 8 പ്രോ 4Gൻ്റെ വന്നിട്ടുണ്ട്, ഞാൻ പറഞ്ഞിരുന്നല്ലോ, അതിൻ്റെ ബോക്സ് സ്പെസിഫിക്കേഷൻ ലീക്ക് ആയിട്ടുണ്ട്. അതിൽ ക്വാൾകോം സ്നാപ്ഡ്രാഗൺ 720G ആണ് വരുന്നത്. ഓക്കെ, സോ അതും ഒന്നുകൂടെ റിപ്പീറ്റാണ്. കാരണം റിയൽമി 7 പ്രോയുടെ എക്സാക്ട്ലി സെയിം സംഭവമായിരുന്നു. ക്വാൾകോം സ്നാപ്ഡ്രാഗൺ 720G പ്ലസ് സൂപ്പർ ആംബുലൻസ് ഡിസ്പ്ലേ. അത് വീണ്ടും റിയൽമി 8 പ്രോയിൽ വരുന്നുണ്ട്, റിയൽമി 8 പ്രോ 4Gയിൽ. ചിലപ്പോൾ എനിക്ക് തോന്നുന്നത് റിയൽമി 8 പ്രോ 4G വിൽ ബി റിയൽമി 7 പ്രോ പ്ലസ് 108 മെഗാ പിക്സലിൻ്റെ ക്യാമറ. ചിലപ്പോൾ ഒരു സ്പെഷ്യാലിറ്റി അതിൽ കാണും. അല്ലെങ്കിൽ ഓൾമോസ്റ്റ് എക്സാക്ട്ലി സെയിം ഫോൺ ആയിരിക്കും. റിഫ്രഷ് റേറ്റ് 60 Hz ആണെങ്കിൽ, ഇനി റിയൽമി 8 പ്രോ 4Gയിൽ 90 Hzൻ്റെ റിഫ്രഷ് റേറ്റ് ആണെങ്കിൽ ഓക്കെ, അവിടെ ഒരു വ്യത്യാസമുണ്ട്. അല്ലെങ്കിൽ എക്സാക്ട്ലി സെയിം ഫോൺ ആയിരിക്കും റിയൽമി 7 പ്രോയും റിയൽമി 8 പ്രോയും ഇതുവരെ വന്നിട്ടുള്ള ഈ ലീക്സ് അനുസരിച്ച്. നെക്സ്റ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു ചോദ്യമാണ്, 5G വേരിയൻറ്റിൽ ഏതായിരിക്കും ചിപ്സെറ്റ് റിയൽമി 8 പ്രോ 5Gയിൽ. ഡൈമെൻസിറ്റി 800U വരാൻ സാധ്യതയുണ്ട്. പക്ഷേ ഈ ഒരു ചിപ്സെറ്റ് റിയൽമി ഓൾറെഡി 2 തവണ യൂസ് ചെയ്തിട്ടുണ്ട്. റിയൽമി X7ലുണ്ട്, പിന്നെ ഇപ്പം വന്ന റിയൽമി നാർസോ 30 പ്രോയിലും ഉണ്ട്. ഒന്നുകൂടെ അത് കൊണ്ടുവരുമോ? അതായത് റിയൽമി 8 പ്രോയിനെ മാറ്റി നിർത്താൻ വേണ്ടിയുള്ള ഒരു ഫീച്ചർ കൊടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ 750G നല്ലൊരു ഓപ്ഷൻ ആയിരിക്കും. ക്വാൾകോം സ്നാപ്ഡ്രാഗൺ 750G നമ്മൾ ഓൾറെഡി Mi 10i 5Gയിലും പിന്നെ Moto G 5Gയിൽ കണ്ട ഒരു ചിപ്സെറ്റാണ് സ്നാപ്ഡ്രാഗൺ 750G. സോ അത് കൊണ്ടുവരികയാണെങ്കിൽ ഒരു കിടിലൻ ഫോൺ തന്നെ ആയിരിക്കും. സോ 750G പ്ലസ് സൂപ്പർ ആംബുലൻസ് ഡിസ്പ്ലേ പ്ലസ് പറ്റുമെങ്കിൽ ഒരു 90 Hz റിഫ്രഷ് റേറ്റ് വരികയാണെങ്കിൽ ആ ഒരു 5G ഓപ്ഷൻ കൂടിയുണ്ട്. സോ അതൊരു ശരിക്കും പറഞ്ഞാൽ കിടിലൻ സ്പെസിഫിക്കേഷൻ ആയിരിക്കും ഈ റിയൽമി 8 പ്രോ 5G. ക്യാമറയെക്കുറിച്ച് ഞാൻ എടുത്തു പറയേണ്ട ആവശ്യമില്ല. റിയൽമിയുടെ ഇന്ത്യ യൂറോപ്യൻ ഹെഡായ മാധവ് ഷേട്ടിൻ്റെ ട്വിറ്റർ പേര് വരെ ഇപ്പം മാധവ് 108 മെഗാ പിക്സൽ എന്നാണ്. സോ അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും 108 മെഗാ പിക്സലിൻ്റെ ക്യാമറ വരും. റിയൽമി 8ൽ നമുക്ക് ആ ബോക്സിൽ കാണാൻ കഴിയുന്നുണ്ട് 64 മെഗാ പിക്സലിൻ്റെ ആണ്. റിയൽമി 8 പ്രോ 4Gൻ്റെ ബോക്സ് ഉണ്ടല്ലോ, അതിലും 64 മെഗാ പിക്സൽ ക്യാമറ സെൻസറാണ് എഴുതി വന്നിരിക്കുന്നത്. സോ മിക്കവാറും ഈ 108 മെഗാ പിക്സലിൻ്റെ സെൻസർ 5G വേരിയൻറ്റിലേക്ക് ചിലപ്പം അവർ ഒതുക്കി വെക്കും. അല്ലാതെ റിയൽമി 8 പ്രോ 4Gയിൽ മിക്കവാറും കാണില്ല. ഇതുവരെ വന്നിട്ടുള്ള ലീക്സ് അനുസരിച്ച് റിയൽമി 8 പ്രോ 4Gയിലും 64 മെഗാ പിക്സൽ ആയിരിക്കും. റിയൽമി 8 പ്രോ 5G വേരിയൻറ്റിൽ 108 മെഗാ പിക്സലിൻ്റെ ഒരു സെൻസർ ഉണ്ടാവും. ഈ 108 മെഗാ പിക്സലിൻ്റെ സെൻസർ ഉണ്ടല്ലോ, ഇത് റെഡ്മി നോട്ട് 10 പ്രോ മാക്സിൽ വന്ന എക്സാക്ട്ലി സെയിം സെൻസറാണ്. സാംസങ്ങിൻ്റെ HM2 സെൻസറാണ്. സെൽഫി ക്യാമറ നോക്കിയാൽ റിയൽമി 8ൽ 16 മെഗാ പിക്സലിൻ്റെ സെൽഫി ക്യാമറ ആയിരിക്കും. റിയൽമി 8 പ്രോയിൽ 32 മെഗാ പിക്സലിന് സെൽഫി ക്യാമറ ഉണ്ടാവും. ബാറ്ററി ആൻഡ് ചാർജിങ് സ്പെസിഫിക്കേഷൻസ് നോക്കിയാൽ ആ ഫസ്റ്റ് നമ്മൾ കണ്ട ഫോട്ടോ ഉണ്ടല്ലോ, അതിൽ ക്ലിയർ ആയിട്ട് എഴുതിയിട്ടുണ്ട് 5000 mAh ബാറ്ററി വിത്ത് 30 വാട്ട് ചാർജിങ്. സോ അത് എന്തായാലും വരുന്നുണ്ട്, 5000 mAh പ്ലസ് 30 വാട്ട് ചാർജിങ്. അത് റിയൽമി 8 ആയിരിക്കും. റിയൽമി 8 4Gൻ്റെയും ഞാൻ കാണിച്ചിരുന്നല്ലോ ബോക്സ്, അതിലും ക്ലിയർ ആയിട്ട് എഴുതിയിട്ടുണ്ട് 5000 mAh പ്ലസ് 30 വാട്ട് ചാർജിങ്. ഇപ്പം റിയൽമി വീണ്ടും അവരുടെ സൂപ്പർ ഡാറ്റ് ചാർജിങ് ഒന്നോടെ പ്രൊമോട്ട് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. സോ അതിൻ്റെ അർത്ഥം എന്താണ്, റിയൽമി 8 പ്രോയിൻ്റെ 5G വേരിയൻറ്റിൽ 65 വാട്ടിൻ്റെ സൂപ്പർ ഡാറ്റ് ചാർജിങ് ഉണ്ടാവും. സോ അങ്ങനെ ഉണ്ടെങ്കിൽ ചിലപ്പം 4500 mAhൻ്റെ ബാറ്ററി ആയിരിക്കും അതിൽ. സോ റിയൽമി 8ലും 8 പ്രോ 4Gയിലും 5000 mAhൻ്റെ ബാറ്ററി, റിയൽമി 8 പ്രോ 5Gയിൽ 4500 mAhൻ്റെ ബാറ്ററി പ്ലസ് 65 വാട്ട് ചാർജിങ്. മറ്റു ഫീച്ചേഴ്സ് നോക്കിയാൽ ഞാൻ പറഞ്ഞതുപോലെ ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിൻറ്റ് സ്കാനർ ഉണ്ടാവും. അതിനോടൊപ്പം തന്നെ ഡ്യുവൽ സ്റ്റീരിയോ സ്പീക്കേഴ്സ് എന്തായാലും ഉണ്ടാവും. ഇത്തവണ എന്തായാലും അവർ ഹെഡ്ഫോൺ ജാക്ക് എടുത്ത് മാറ്റില്ല. കാരണം റിയൽമി X7ൽ ഹെഡ്ഫോൺ ജാക്ക് എടുത്ത് മാറ്റിയപ്പോൾ നല്ല ക്രിറ്റിസിസം കിട്ടിയിരുന്നു അവർക്ക്. കാരണം ഈ മിഡ് റേഞ്ച് സെഗ്മെൻറ്റിൽ ഹെഡ്ഫോൺ ജാക്ക് ഇല്ലാത്ത ഒരു ഫോൺ കൊണ്ടുവന്ന് ഇറക്കിയിരുന്നു, നല്ലൊരു ക്രിറ്റിസിസം കിട്ടിയിരുന്നു. സോ എന്തായാലും റിയൽമി 8 പ്രോയിൽ അത് കാണും. കാരണം റെഡ്മി നോട്ട് 10 സീരീസിൽ അതുണ്ട്. സോ ഇതിലും ഹെഡ്ഫോൺ ജാക്ക് ഉണ്ടാവും. റിയൽമി 8ൻ്റെ പ്രൈസ് മിക്കവാറും 14,000 15,000 ആ ഒരു പ്രൈസ് സ്റ്റാർട്ടിംഗ് പ്രൈസ് ആയിരിക്കും മിക്കവാറും റിയൽമി 8ൻ്റെ. റിയൽമി 8 പ്രോ 4Gൻ്റെ 17,000 18,000. അതേ രീതിയിൽ റിയൽമി 8 പ്രോ 5Gൻ്റെ എനിക്ക് തോന്നുന്നത് 20ൻ്റെ മുകളിലായിരിക്കും. സോ 750G പിന്നെ ഹൈ റിഫ്രഷ് റേറ്റ് സൂപ്പർ ആംബുലൻഡ് 108 മെഗാ പിക്സൽ 65 വാട്ട് ഡാർക്ക് ചാർജിങ് ഇതൊക്കെ വരുന്നുണ്ടെങ്കിൽ മിക്കവാറും 20ൻ്റെ മുകളിൽ വരാൻ സാധ്യതയുണ്ട്. 20ൻ്റെ താഴെ കൊണ്ടുവരികയാണെങ്കിൽ അതൊരു ഒരു കിടിലൻ സംഭവമായിരിക്കും. പക്ഷേ അങ്ങനെ വരുമ്പോൾ റിയൽമി X7 പിന്നെ ആരും വാങ്ങില്ല. നമുക്ക് എന്തായാലും വെയിറ്റ് ചെയ്ത് നോക്കാം ഏത് പ്രൈസ് കാറ്റഗറി ആയിരിക്കും റിയൽമി ഇത് ഇറക്കാൻ പോകുന്നത്. കാരണം ആ ഒരു 5Gൻ്റെ ഒരു എക്സ്ട്രാ പ്രീമിയം സംഭവം ഉണ്ടല്ലോ, റിയൽമി 5G കൊണ്ടുവരുമ്പോൾ ലേശം എക്സ്ട്രാ പ്രീമിയം പൈസ ഈടാക്കാറുണ്ട്. സോ നമുക്ക് എന്തായാലും നോക്കാം ഏത് പ്രൈസ് കാറ്റഗറിയിലാണ് റിയൽമി 8 പ്രോ 5G വരാൻ പോകുന്നു. ലെറ്റ്സ് വെയിറ്റ് ആൻഡ് സീ. ഇതിൻ്റെ ലോഞ്ച് കൺഫേംഡ് ആയിട്ടുണ്ട്, മാർച്ച് 24th ആണ്. സോ ഒരു റേസിംഗ് വീഡിയോ ഉണ്ടായിരുന്നു മാധവ് ഷേട്ടിൻ്റെ, അതിൽ അദ്ദേഹം ഷെയർ ചെയ്തു മാർച്ച് 24th ആണ് റിയൽമി 8 സീരീസിൻ്റെ ലോഞ്ച് ഡേറ്റ്. താഴെ കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ എക്സ്പെക്റ്റേഷൻസും നിങ്ങളുടെ ഫീഡ്ബാക്കും ഷെയർ ചെയ്യാൻ മടിക്കേണ്ട. പിന്നെ
ഏതായിരിക്കും ബെറ്റർ, റിയൽമി 8 സീരീസ് അതോ റെഡ്മി നോട്ട് 10 സീരീസ്, ഏതായിരിക്കും ബെറ്റർ സീരീസ്? അതും താഴെ കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കുക. ഈ വീഡിയോയിൽ ഇത്ര മാത്രം. അടുത്ത വീഡിയോയിൽ നമ്മൾ തമ്മിൽ വീണ്ടും കാണുന്നവരെ ദിസ് ഈസ് യുവർ ഫ്രണ്ട് മിസ്റ്റർ പെർഫെക്റ്റ് ടെക് സൈനിങ് ഓഫ്. ഗുഡ് ബൈ.